ഹായ് സാധന ലിൻസി. ഹായ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. പിന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരുപാട് കാലം ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും കേട്ടോ. ഓക്കെ, ഹാപ്പി എൻജോയ് യുവർ ലൈഫ്. താങ്ക് യു. ഇതുപോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം രണ്ടുപേരും. ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ നൽകുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. എന്നും ഇതുപോലെ സന്തോഷത്തോടും സ്നേഹത്തോടും എന്നും നിലനിൽക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. പിന്നെ എല്ലാവരെയും കൂട്ടിയിണക്കി നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാണാൻ സർവശരൻ എനിക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു കാര്യങ്ങൾ. യാത്രകളെ നിങ്ങളൊരു ട്രിപ്പിലാണെന്ന് അറിയാം. നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു ഹൃദയം നിറഞ്ഞ. ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ട്. തൃശ്ശൂരെത്തിയിട്ടില്ല. മീറ്റിംഗ് ആണ്. നമ്മളൊരു ഫാമിലി ആയിട്ട് ഇവിടെ ചെറിയൊരു സർപ്രൈസ് വന്നിട്ടുണ്ട്. അതിൽ അവസാനത്താണ് ഞാൻ വരാനില്ല. പ്രതീക്ഷയില്ല ഞാൻ വരും എന്നുള്ളത് പ്രതീക്ഷയില്ല. അവസാനത്താണ്. അപ്പോൾ ഈ ദിവസത്തിന്റെ പ്രത്യേകതയേക്കാൾ ഉപരി നമ്മൾ പരിചയപ്പെട്ടത് വളരെ റയറായിട്ട് പരിചയപ്പെടുന്നത് മനുഷ്യനാണ് പരിചയപ്പെട്ടത്. അങ്ങോട്ട് ഇന്ന് വരെ സാജുമ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് സംശയം ചോദിച്ചാലും എനിക്ക് ടപ്പേന്ന് ആൻസർ വരും. അത് അങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാവരും ആ കുറുക്കുകളിൽ നിന്നും പറഞ്ഞു തരില്ല. ആ ഒരു ഇതിൽ നമ്മളൊരു ആ റിലേഷൻ അങ്ങനെ വലുതായിപ്പോയി. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എന്ത് സംശയം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായി നമ്മളൊരു ബന്ധം എന്ന് പറയുന്നത്. അത് വ്യത്യാസം എല്ലാവർക്കും കിട്ടണ ഒരു ഇതല്ല. പക്ഷെ വളരെ കുറച്ച് പേരല്ല നെല്ലിൽ എണ്ണാവുന്ന പേരിൽ ഒരാളാണ് ഈ സാധിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞു വന്നത് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ ചെറിയൊരു ഇത് കൊടുത്തതാണ്. നമ്മള് ഇങ്ങനെ പരിചയപ്പെട്ടതെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഒരു ഭാഗ്യം ശരിക്കും എൻജോയ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ യൂസ് റീല് ചെയ്യുന്നു, സാജുമ്പോൾ അത് എഡിറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എല്ലാം ചെയ്ത ആക്ച്വലി അങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം ശരിക്കും. അത് ശരിക്കും നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഫോട്ടോസിലായാലും വീഡിയോസിലായാലും ഇങ്ങനെ ആ ഒരു ബോണ്ട് വർക്ക് കറക്റ്റായിട്ട് അറിയണം. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേര് ഇത് കാണട്ടെ. ഒത്തിരി പേര് എല്ലാവരും ഈ എന്താ പറയുക നെഗറ്റീവ് മാത്രം പറഞ്ഞ് പോസിറ്റീവായിട്ട് ഇത് കാണാനായിട്ട് പറ്റട്ടെ. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ചെയ്യണം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് കാലം ഇതുപോലെ ജീവിക്കാൻ പറ്റും. സന്തോഷത്തിലും ജീവിക്കാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റട്ടെ. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒത്തിരി ഉയരങ്ങളിലെത്താനായിട്ട് ഇഷ്ടമുള്ള സമുദായത്തെ അനുഗ്രഹിക്കുന്നു. കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കസിൻസിനായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലായാലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഈശ്വരനോട് തരാൻ. അപ്പോൾ സർപ്രൈസ് ആയിരുന്നല്ലേ? എന്റെ പൊന്നേ, ഇതൊക്കെ എപ്പോ സംഭവിച്ചു?
സർപ്രൈസ് ആയി സർപ്രൈസ് താങ്ക് യു എല്ലാവർക്കും ഇതിനു വേണ്ടി എഫേർട്ട് എടുത്ത എല്ലാവർക്കും മൈ ചേട്ടൻ ശബരി ചേട്ടൻ പിന്നെ നമ്മുടെ റീന സിസ്റ്റർ ലിൻസി സിസ്റ്റർ പിന്നെ രാമൻ ചേട്ടൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി അല്ലേ ഞങ്ങൾ രണ്ടുപേരുടെ താങ്ക് യു വി ലവ് യു ഓൾ അല്ലേ We love you too.